ഗൈസ് ചെമ്പരത്തിപ്പൂ ബാക്കിയാണ്. നല്ല മഴ പെയ്തു അപ്പം നന്നായിട്ട് നനഞ്ഞിട്ട് നല്ല ഇതിന്റെ വേറെ കളർ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ എന്താണ് കുറെ പിങ്കും ലൈറ്റ് ഗ്രേ ഇതുണ്ടോ, ഒരു ലൈറ്റ് സ്കിൻ കളറും റെഡും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് എന്താ പരിപാടി? ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹിബിസ്കസ് ടീ ആണ് ഗൈസ്. കണ്ടോ, ഇതിന്റെ വേറെ വേറെ ഷെയ്ഡുകളുണ്ട്. റെഡിന്റെ തന്നെ നിനക്ക് വേണ്ട മാത്രം പറിച്ചാൽ മതി. ഞാൻ പറിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന കാണാം. ഗൈസ്, വെൽക്കം ടു ദ മീഷോ. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഹിബിസ്കസ് ടീ ആണ്. അപ്പം ഗൈസ്, ഞാൻ പറിച്ചു വെച്ച ഹിബിസ്കസ് ആണ് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. അപ്പം ഞാൻ കഴുകുകയാണ് ഗൈസ്. നല്ല അപ്പം ഗൈസ്, നമ്മൾ ഹിബിസ്കസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതാ ഇങ്ങനെ ഇതളായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാട്ടോ. അപ്പം ഗൈസ്, ഞാൻ ഇതളൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നേരെ നമ്മൾ ചൂടുവെള്ളത്തിലോട്ട് ഇടാൻ പോവാണ്. ചൂടുവെള്ളത്തിലോട്ടല്ലോ, അത് ഗ്യാസ് കത്തിക്കണ്ടേ? ഗ്യാസ് കത്തിക്കും മതി. ഒന്ന് ഭയങ്കര. അപ്പം ഗൈസ്, നമ്മൾ നേരെ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതാണ് ചെമ്പരത്തിപ്പൂ ഇടുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു കുറച്ച് കഴിയണം. സ്പൂൺ എടുത്തു. എനിക്ക് ഇളക്കലും നല്ല പേടിയാണ്, കാരണം ഇങ്ങനെ ആവുന്നോണ്ട് അതുകൊണ്ട് ഉമ്മച്ചിയാണ് കേട്ടോ എനിക്ക് ഇളക്കി തരുന്നത്. അതിന്റെ കളർ ചേഞ്ച് ആവും. കണ്ടോ, വയലറ്റ് കളറാവേണ്ടത്. ഇത് ഞാൻ കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് റിയലിൽ ഇങ്ങനെ കാണുന്നത്, ചെയ്ത് നോക്കുന്നല്ലേ. അപ്പൊ ഇതിന്റെ കളറായിട്ട് നമുക്ക് കാണാം. കളർ ചേഞ്ച് ആവുന്നുണ്ടല്ലേ? കൊറേ ആവുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ഇട്ടപ്പോ തന്നെ അതിന്റെ കളർ ഫുൾ പോയി, വയലറ്റ് കളറായി കേട്ടോ. ചൂടുണ്ടോ? അപ്പൊ നമ്മള് കളറൊക്കെ കൊറേ ചേഞ്ച് ആയിട്ടുണ്ട്. കൊറേ വയലറ്റ് കളർ, റെഡ് കളർ പോവാനും ഉണ്ട്, പിന്നെ അങ്ങനത്തെ കളേഴ്സ് ഉണ്ട്. ഒന്നുകൂടെ റെഡ് കളറായിട്ട് ഞാൻ കണ്ടു. സക്സസ് ആയിരുന്നു. അല്ലത് കുളിച്ച് നോക്കണം, എന്നിട്ട് വേണം നമുക്ക് സക്സസ് ആകാൻ. അപ്പൊ നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മളിത് ഓഫ് ചെയ്യാണ് കേട്ടോ. നമ്മളുടെ ഹിബിസ്കസ് ടീ റെഡി ആയിട്ടുണ്ട്. ഇത് നേരെ അതിലോട്ട് ഒഴിക്കുകയാണ്. നമുക്ക് കളറൊന്ന് നോക്കാം. കണ്ടോ, നല്ല കളറായിട്ടുണ്ട്. പർപ്പിൾ കളർ. ഒരു പർപ്പിൾ കളറാണ് കേട്ടോ അത്. കണ്ടോ, കുറച്ച് ലൈറ്റിൽ കാണിക്കാം. അപ്പം കാണാം. നമ്മൾ ഒഴിക്കട്ടോ. ഒരു പർപ്പിൾ കളർ അല്ലേ? ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ലൈറ്റ് കളർ. ഇതിൽ കുറച്ച് ലെമൺ ആഡ് ചെയ്യല്ലേ? ലെമൺ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ലെമൺ ആഡ് ചെയ്യാം കേട്ടോ. കളർ റെഡ് കളറാവുന്നത് ഞാൻ കൊറേ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നന്നായിട്ട് നല്ല പിഴിയ, അപ്പൊ നല്ല കിട്ടും. നമുക്ക് ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതില് ഭയങ്കര ഒരു നല്ല ഉപ്പ് ടേസ്റ്റ്. സോറി, ഉപ്പല്ല കേട്ടോ, പുളി. ചെറുനാരങ്ങ ആഡ് ചെയ്ത ഉപ്പല്ല വരെ, പുളിയാണ്. ഓക്കെ, ഇതിലോട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഹണി ചൂസ് ചെയ്യാം. നമ്മളുടെ ഷുഗർ
ആഡ് ചെയ്യുന്നത്. hibiscus tea apply. ഇതിന്റെ ലെമൺ ഇട്ടപ്പോഴാണ് കളർ മാറിയത്. അല്ലെങ്കിൽ വേറൊരു കളറായിരുന്നു അല്ലേ? ഈ ഒരു കളർ ഒരു വയലറ്റ് ഷെയ്ഡ് അല്ലേ, ഒരു ഡാർക്ക് ഒരു പർപ്പിൾ കളർ. പക്ഷെ ലെമൺ വരുമ്പോഴേക്കും കളർ മാറും. ഓക്കെ. അപ്പം നമ്മളുടെ ഹിബിസ്കസ് ട്രീ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് മഴക്കാലത്തൊക്കെ. അപ്പോൾ ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ തോന്നില്ലേ? അപ്പം ഞാനും ഇതൊന്ന് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ലെമണിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഫ്ലേവർ വേറെ ആയിരിക്കും. സാധാരണ ചായ ഇഷ്ടമല്ല, അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടോ? നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ഫ്ലേവറാണ് ഇതിലുള്ളതെന്ന്. പക്ഷെ ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഹിബിസ്കസ് ടീ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.